ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മഞ്ഞുകാലം തീരും വരെ തോന്നുമ്പോഴൊക്കെ മഞ്ഞുള്ളൂ. മഴക്കാലം വരുമ്പോ മഴയും നനയും. മഞ്ഞും മഴയൊക്കെ ദൈവം തരുന്നതല്ലേ, അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. ഹലോ, നീ ഇതെവിടെയാടാ? ഞാൻ എന്റെ ഋതുമോളുടെ അടുത്ത്. നീ നിന്റെ ഋതുമോളുടെ അടുത്തോ? അപ്പൊ ഇന്നലെ രാത്രി ഇവിടെ ഉറങ്ങാൻ കിടന്ന നീ ഞങ്ങളെയൊക്കെ പറ്റിച്ച് രാത്രി ഒരു കള്ളനെ പോലെ ഋതുമോളെ തിരക്കി പോയല്ലേ? വീടിന്റെ മുൻവാതില് തുറന്നിട്ടേച്ചാ നീ പോയത്. ഇതിനകത്ത് കള്ളം കേറിയിരുന്നെങ്കിലോ? എന്തെങ്കിലും കട്ടോണ്ട് പോയിരുന്നെങ്കിലോ? കക്കാൻ രണ്ട് കൂട്ടാൻ ചട്ടിയല്ലാതെ വേറെ എന്തോന്ന് ഇവിടെ ഇരിക്കുന്നത്? അവൻ ഋതുമോളുടെ അടുത്തുണ്ട്. രാമാൻ അവൻ ചൂട്ടും കെട്ടി സംബന്ധം വീട്ടിൽ പോയി. അവൻ ഓട്ടം തുള്ളലുകാരനെ കറക്കിയെടുക്കാനൊന്നും അല്ലല്ലോ പോയത്, അവന്റെ ഭാര്യ വീട്ടിലേക്കല്ലേ? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? അവൻ ആരുടെയാ മോൻ? ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ പറ്റൂ? അച്ഛൻ്റെ അല്ലേ മോൻ? എഴുന്നേക്ക്. എന്താ രാജു? ഈ പ്രിയ ചേച്ചി ഇപ്പൊ വിളിച്ചിരുന്നു. ഞാൻ ഇന്നലെ അവിടുന്ന് ആരോടും പറയാതല്ലേ വന്നത്. അതിന് വന്നത് ഇങ്ങോട്ടല്ലേ, എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? രാജു ഫോണിങ് തന്നെ, ഞാൻ കൂളായിട്ട് ഇത് കൈകാര്യം ചെയ്തോളാം. ആള് ചമ്മിപ്പോയെന്ന് തോന്നുന്നു. പറഞ്ഞൂടാ? പ്രിയച്ചി, ഞാനാ ഋതു. പറയുമോളെ. ചേച്ചി, ഇന്നലെ രാത്രിയില് പെട്ടെന്ന് ഞാനാ രാജനെ ഇവിടേക്ക് വിളിച്ചത്. അക്കൗണ്ട്സിലെ ചില മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കാൻ വേണ്ടി. അതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോ നേരെ ഒത്തിരി വൈകി. പിന്നെ ഞാൻ വിട്ടില്ല. അത് പ്രശ്നമൊന്നുമില്ല, മോളുടെ അടുത്തല്ലേ. അത് പോട്ടെ, അക്കൗണ്ട്സുകൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പോ ചേച്ചി. ഒന്നുമില്ല, ആ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തു. ഞാൻ പോയി ബെഡ് കോഫി ഇട്ടുകൊണ്ട് വരാം. ഗുഡ് മോർണിംഗ് ചെറിയമ്മേ. വെരി ഗുഡ് മോർണിംഗ് മോളെ. ഞാൻ രാജുവിനെ ഒരു ബെഡ് കോഫി ഉണ്ടാക്കാൻ വന്നതാ. കുളിച്ചിട്ട് അടുക്കളയിൽ കയറിയാ മതി. പോയെ ചെല്ലു മോളെ. മഞ്ഞോളലൊക്കെ കഴിഞ്ഞോടി? ഇല്ല, മഞ്ഞുകാലം തീരും വരെ തോന്നുമ്പോഴൊക്കെ മഞ്ഞുള്ളൂ. മഴക്കാലം വരുമ്പോ മഴയും നനയും. മഞ്ഞും മഴയൊക്കെ ദൈവം തരുന്നതല്ലേ,
അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. ഞാൻ കുടിച്ചിട്ട് വരാം ചെറിയമ്മേ. ശരി മോളെ. പ്രതാപൻ എഴുന്നേറ്റ് വരാതിരുന്നത് നന്നായി. എന്തൊരു നാണക്കേടാ. രാത്രി ഒരു ജാരനെ പോലെ ഭർത്താവ് കേറി വരുന്നു, എന്നിട്ട് മുറ്റത്തും പറമ്പിലും പ്രണയം. ഛേ, നാണക്കേട് തന്നെ. എന്തിനാ നാണക്കേട്? അവിഹിതം വല്ലതാണോ? അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ ചേച്ചി? മാത്രല്ല നമ്മുടെ കുട്ടികളും. നമ്മുടെ കുട്ടികളെന്നൊക്കെ പറഞ്ഞാലേ ഇതൊക്കെ മുറ്റത്ത് വെച്ചാണോ? അവരുടെ വീടിന്റെ മുറ്റത്ത് വെച്ച് അവര് സംസാരിക്കുന്നു. അതിലെന്താ തെറ്റ്? മാന അഭിമാനമുള്ളവരുടെ വീട്ടിലൊന്നുമേ ഇത് പറ്റില്ല. ഉറങ്ങിക്കിടക്കുന്ന വേലക്കാരിയുടെ മുറിയിൽ ഒളിച്ചു കയറി അവളെ റേപ്പ് ചെയ്ത് നിങ്ങളുടെ മോന്റെ പ്രവൃത്തി മാനാഭിമാനമുള്ളവർക്ക് ചേരുന്നതാണോ? എടീ, വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും അംഗീകാരത്തോടെ പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിച്ച കുട്ടികളുടെ കാര്യത്തില് അവരവിഹിതം കണ്ടെത്തുന്നു. നീ മത്സരിക്കുന്നതേ എന്നോടാണെന്ന് ഓർമ്മ വേണം. എനിക്ക് ആരോടും മത്സരമില്ല. ഞാനിവിടെ ജീവിക്കാൻ വന്നതാ. സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പ്രതികരിക്കും, അത്രേ ഉള്ളൂ. ഇത് മത്സരമല്ല. ആ കുട്ടിയോട് നിങ്ങളുടെ ശത്രുത, അതിന്റെ കാരണം എനിക്കറിയാം. പക്ഷേ ഇനി അത് നടക്കില്ല. ഈ പകയും വൈരാഗ്യവും അതിമോഹവും ഉപേക്ഷിച്ച് മര്യാദയ്ക്ക് ജീവിച്ച നിങ്ങൾക്ക് കൊള്ളാം. അംബികയാണല്ലോ. എന്താ പ്രശ്നം? ഹലോ അംബികെ. നിങ്ങൾക്ക് ഞാൻ വല്ലതും തരാനുണ്ടോ? ഇതെന്താ അംബിക ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ അതിനുള്ള പ്രതിഫലം അപ്പപ്പോ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാറില്ലേ? അതിന് ഞാനൊരു പരാതിയും പറഞ്ഞില്ലല്ലോ അംബിക. ഇതുവരെ നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ വളരെ ക്ലിയർ ആണ്. ആണല്ലോ. ആ ആണ്. എന്താ സംശയം? ആ ഋതികയും രാജുവിനെയും കീരിയും പാമ്പ് പോലെ ആക്കുന്നതായിരുന്നില്ലേ നമ്മുടെ കോൺട്രാക്ട്? കോൺട്രാക്ട് അതൊക്കെ തന്നെയാ. അല്ല, ഞാൻ അവരെ നല്ല ഒരു ഒന്നാം തരം വേല വെച്ച് കീരിയും പാമ്പും പോലെ ആക്കിയതല്ലേ. എന്നാ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ വീണ്ടും പൊരിച്ച കോഴിയും ചപ്പാത്തിയും പോലെയായി. ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മുടിഞ്ഞ ബുദ്ധിയില്ലേ, ഇനി അവരെ പിരിക്കാനുള്ള പ്ലാൻ ഒന്നും ഇല്ലേ മുണ്ടക്കലമ്മേ? ബുദ്ധിയൊക്കെ ഉണ്ട്. എനിക്ക് ഓരോ വയസ്സ് കൂടുമ്പോഴും കുരുട്ട് ബുദ്ധികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്.